കേരളത്തിലെ ജനങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മളെ സ്വയം വിളിക്കുന്നത് പ്രബുദ്ധർ എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അത്ര ബുദ്ധിയുള്ളവരാണോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം നമ്മൾ പല അബദ്ധങ്ങളും ഈ പറയുന്ന ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ തന്നെ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും അവരൊക്കെ വിചാരിക്കുന്നത് നമ്മളെ അത്തരത്തിൽ പറ്റിക്കാമെന്നാണ്. കാരണം കേരള ഗവൺമെൻറ്റൊക്കെ തന്നെ ഇപ്പോൾ ലഹരി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അതായത് ലഹരി അവർ ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. അത് പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നത് ഞാൻ കേട്ടു. പിണറായി പ്രഖ്യാപിക്കുന്നത് കേട്ടിട്ട് ഞാൻ ചിരിച്ചിരിച്ച് മടുത്തു. കാരണം പിണറായി പറയുന്നത് ഏതോ ഒരു ഡാൻസ് ഉണ്ട്, ജുംബ എന്നാണ്, അത് നമുക്ക് തുടങ്ങാമെന്നാണ്. ഈ ജുംബ എന്നല്ല, പിന്നെ ആരോ പറഞ്ഞ് തിരുത്തി സൂംബ എന്നാണെന്ന് പറഞ്ഞ് തിരുത്തി. അപ്പോൾ അദ്ദേഹം തിരുത്തി പറഞ്ഞു. അതൊക്കെ അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളത് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം പ്രായമുള്ള ഒരു മനുഷ്യനല്ലേ, ചിലപ്പോൾ അറിയാതിരിക്കും. അദ്ദേഹം എന്തായാലും സൂംബ ഡാൻസ് ഒന്നും കളിച്ചിട്ടുണ്ടാവില്ല കലാമേളവുമായിട്ട് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം എന്താണെങ്കിലും സൂംബ ഡാൻസിലൂടെ നമ്മൾ ഇനി ലഹരിയെ തുരത്തും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ലഹരി വിൽപ്പനക്കാരും ലഹരിയുടെ വിപണനം നടത്തുന്നവരും ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ ആകെ പേടിച്ചിരിക്കുകയാണ്. കാരണം ഈ സൂംബ ഡാൻസ് വന്ന് നമ്മളെ പിടിക്കുമോ എന്നുള്ളതാണ്. ഇനി ഈ സൂംബ ഡാൻസ് സ്കൂളിലെ അവസാന ബെല്ലടിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് ഈ ഏതാണ്ട് കുട്ടികളുടെയൊക്കെ സ്ട്രെസ്സ് മാറ്റാൻ, ഈ സ്ട്രെസ് ഉള്ളവരായിരിക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വിദ്യാലയങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു അരമണിക്കൂർ മുമ്പുള്ള സൂംബ ഡാൻസ് നടപ്പിലാക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സൂംബ ഡാൻസ് കളിക്കുന്നതിന് തെറ്റൊന്നുമില്ല. കാരണം ഒന്നാമത്തെ ഒരു കലാരൂപമാണ്, രണ്ടാമത്തേത് ഒരു എക്സസൈസ് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് രണ്ടും ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. പക്ഷേ ലഹരിയെ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ ഈ പിപ്പിടി വിദ്യകളൊന്നും പോരാ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഒന്നുകിൽ നിങ്ങൾ ഇതിൻ്റെ ഡിമാൻഡ് കട്ട് ചെയ്യണം. ആ ഡിമാൻഡ് കട്ട് ചെയ്യാൻ എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മളിവിടെ നിരവധി ആവശ്യക്കാരുണ്ട്, ഇത് പടർന്ന് പിടിച്ചിരിക്കുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ സപ്ലൈ ചെയിൻ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ സപ്ലൈ ചെയിൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ 1.5 ഗ്രാമുള്ളവരെയും 3 ഗ്രാമുള്ളവരെയും ഒക്കെ പിടിച്ച് നിർത്തി ഫോട്ടോ എടുത്ത് അവൻ്റെ അമ്മ സിംഹളയാണോ അതോ മറ്റേ ശ്രീലങ്കൻ വംശജയാണോ എന്നൊക്കെ അന്വേഷിക്കുന്ന പണിയൊക്കെ നിർത്തിയിട്ട് യഥാർത്ഥത്തിൽ ഇതിന് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സായി എടുത്തിട്ടുള്ളത് ആരാണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഈ കേരളത്തിൻ്റെ സമുദ്ര അതിർത്തിയിൽ വെച്ച്, ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള സമുദ്ര അതിർത്തിയിൽ വെച്ചാണ് 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചിട്ടുള്ളത്. 15,000 കോടി രൂപയാണെന്ന് ഏറ്റവും ഒഫീഷ്യലി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മയക്കുമരുന്ന് പിടിച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് ഏതാണ്ട് 250 കോടി രൂപയുടെയെങ്കിലും മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടാകാം എന്ന് നമ്മൾ പറഞ്ഞു. കൂടാതെ മലേഷ്യയിൽ നിന്നും മറ്റു പല തായ്ലൻഡിൽ നിന്നുമൊക്കെ ഇറക്കുമതി ചെയ്യുന്ന ഹൈബ്രിഡ് കഞ്ചാവുകൾ ഇവിടെ നിന്ന് UAE കടത്തുന്നു എന്നുള്ളത് നമുക്കറിയാം. ബാംഗ്ലൂരിൽ നിന്നും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിൽ ഗോവയിൽ നിന്നുമൊക്കെ തന്നെ ഇങ്ങോട്ട് ഹൈബ്രിഡ് കഞ്ചാവുകൾ എത്തുന്നതറിയാം. അപ്പോൾ ഇതൊക്കെ തടയാനായിട്ട് എക്സൈസിനെ കൊണ്ട് മറ്റേ ഗിമ്മിക്കൊക്കെ കാണിക്കാതെ കൃത്യമായിട്ടുള്ള പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുകാരും പോലീസുകാരും കൂടി ഒരു സൂംബ കൂടി കളിച്ചാൽ ഇതൊക്കെ ശരിയാകും എന്നൊക്കെ പറഞ്ഞാൽ എവിടെ ശരിയാകാനാണ് എന്നെനിക്കറിയില്ല. ഇനി ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം 2026 തെരഞ്ഞെടുപ്പിനെ ഉന്നമിട്ടുകൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടികളാണ്. ആ പ്രചാരണ പരിപാടികളുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി തന്നെ ഞാനിത് റിലീസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞൊരു ടീഷർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ആ ടീഷർട്ട് എന്ന് പറയുന്നത് അതിൽ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു വലിയ വാചകമൊക്കെ എഴുതി ഒരു ടീഷർട്ടൊക്കെ ഈ പറയുന്ന പോലെ പ്രിൻ്റ് ചെയ്തെടുപ്പിച്ച് അത് കേരള ഗവൺമെൻറ് അങ്ങോട്ട് പുറത്തേക്ക് വിട്ടാണ്. ഇനി ആ ടീഷർട്ടും കൂടി കാണുമ്പോഴേക്കും ലഹരിക്കാരൊക്കെ തന്നെ ഓടിക്കളഞ്ഞില്ലെങ്കിൽ എന്ന് പേടിച്ചിട്ടായിരിക്കാം. കാരണം പണ്ട് ബ്രണ്ണൻ കോളേജിൽ പഠിച്ചിരുന്ന പിണറായി വിജയൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ആക്ഷനെ കുറിച്ച് ഓർത്തെങ്കിലും ലഹരിക്കാർ ഓടിക്കളയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഈ ടീഷർട്ടിൻ്റെ ഏറ്റവും താഴെ സാധാരണ കേരളത്തിലൊന്നും കാണാറില്ലാത്തതുപോലെ ഒരു ഗവൺമെൻറ് പരിപാടിയിൽ ഇല്ലാത്തതുപോലെ നേരെ അതിൻ്റെ താഴെ പിണറായി വിജയൻ്റെ വലിയ ഫോട്ടോ കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ സൂംബയും പിണറായി വിജയനും കൂടി ഈ പറയുന്ന ലഹരി മാഫിയയെ തുരത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് ഒന്ന് ആനന്ദിക്കാം. കാരണം അതിനപ്പുറത്തേക്ക് ലഹരി തുരത്തിയില്ലെങ്കിലും നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ തന്നെ നോക്കണം. പക്ഷേ ഇത്തരം പരിപാടികളൊക്കെ കണ്ട് നമുക്കൊന്ന് ആനന്ദിക്കാം. പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ ഇതിൽ വീഴുകയും ചെയ്യും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.